അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി മ്യൂച്വൽ ഫണ്ട്, SIP, ഓൾസോ സ്റ്റോക്സ് ഒക്കെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ആൾ ഓഫ് എ സഡൻ പെട്ടെന്ന് നിങ്ങളുടെ ജോബ് പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നു, ലൈക്ക് ഒരു മെഡിക്കൽ എമർജൻസി വന്നു. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെല് ചെയ്യാനുള്ള പ്രഷർ വരും. സോ വാട്ട് വിൽ വി ഡു? ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യം വരുന്നത്. യെസ് ഗൈസ്, എമർജൻസി ഫണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജോബ് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എമർജൻസി ഫണ്ട് വെക്കണം. അപ്പോൾ ഈ വെക്കുന്ന എമർജൻസി ഫണ്ട് നമ്മൾ വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല. ട്രാവലിംഗ് ആയാലും ഗാഡ്ജറ്റ്സ് വാങ്ങാനായാലും അതിനൊന്നിനും ഈ എമർജൻസി ഫണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. സോ ഈ എമർജൻസി ഫണ്ട് നിങ്ങളുടെ ഒരു സേഫ്റ്റി നെറ്റാണ്. അപ്പോൾ ഈ എമർജൻസി ഫണ്ട് എത്ര വെക്കണം എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും. സോ ഐഡിയലി ഒരു എമർജൻസി ഫണ്ട് വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു 3 to 6 മന്ത്സിൻ്റെ മന്ത്ലി എക്സ്പെൻസ് കവർ ചെയ്യുന്ന പോലെ ആവണം നമ്മൾ എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി സ്പെൻഡ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ അറ്റ്ലീസ്റ്റ് 75,000 to 1.5 lakhs ഉണ്ടാവണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരും, ഈ എമർജൻസി ഫണ്ട് എവിടെ വെക്കണം എന്ന്. സോ എമർജൻസി ഫണ്ട് ഒരിക്കലും നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്സിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഐദർ ഇൻ ദ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ FD ആയിട്ടും വെക്കാം. നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വേണം ഈ എമർജൻസി ഫണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് സൂപ്പറാണ്, പക്ഷേ പ്രൊട്ടക്ഷനാണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ ആദ്യം എമർജൻസി ഫണ്ട് നമ്മൾ സെറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റിങ്ങിലോട്ട് ഇറങ്ങുക. സോ ബിൽഡ് യുവർ എമർജൻസി ഫണ്ട് ബിഫോർ ചേസിങ് റിട്ടേൺസ്. ബിക്കോസ് ഒരു ബാക്കപ്പും ഇല്ലാതെ നമ്മൾ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചിലപ്പോൾ എല്ലാം കൂടിയും വൈപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇപ്പം തന്നെ പോയിട്ട് എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്തോ.